അവരുടെ കാശും നമ്മുടെ കാശും ഒക്കെ ദേ കിടക്കണം. ഈ ടെക്നിക്ക് എങ്ങനെയുണ്ട്? എന്നാച്ച് നമ്മൾ ചെയ്തത് ഒരു വലിയ തെറ്റായി പോയോന്നൊരു തോന്നൽ. എന്തോ അവന്മാരുടെ അടിയുടെ ചൂട് ഇത്ര വേഗം മറന്ന അണ്ടന്മാരായതുകൊണ്ടാണ് ഒരു സിമ്പതി. അവന്മാരല്ലടാ, ആ പെങ്കൊച്ചിന്റെ കാര്യം ഓർക്കുമ്പോഴാണ്. കാഴ്ചയില്ലാത്ത രണ്ട് ഏട്ടന്മാരെയും കൊണ്ട് ആ കുട്ടിയല്ലേ കഷ്ടപ്പെടുന്നത്. ചന്ദ്രു, ഈ തെറ്റിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യണം. എന്തോന്ന്? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നു. ആ കുട്ടിക്ക് ഞാനൊരു ജീവിതം കൊടുത്താലോ? എന്തോ ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചാൽ അത് ഈ തെറ്റിനുള്ള പരിഹാരമാവില്ലേ? പിന്നെ അതും പറഞ്ഞ് വേഗം അങ്ങോട്ട് ചെല്ല്. അവളെ മുഖത്ത് നോക്കി നല്ല ആട്ടാട്ടും. എന്തിന്? ഇത് ആ കുട്ടിക്ക് ഒരു ഹെൽപ്പ് ആവില്ല? പിന്നെ അച്ഛന്റെ പ്രായമുള്ള ഒരുത്തനെ കെട്ടുന്നതല്ല ഹെൽപ്പ്. അനാവശ്യം പറയരുത്. എനിക്ക് എന്താണ് ഒരു കുറവ്? കുറവല്ലല്ലോ, കൂടുതലായതല്ലേ പ്രശ്നം. അമ്മാവോ? അമ്മാവനാ? ആ, അമ്മാവൻ എപ്പോഴും ചുള്ളപ്പനാണെന്ന വിചാരം. പ്രായക്കൂടുതൽ തോന്നുന്നുണ്ടോ? വല്ലാണ്ട്. ഏജ് ലേശം പുറത്തറിഞ്ഞു തുടങ്ങിയല്ലേ? ഒരുപാട്. പിന്നെ ആ കുട്ടിക്കൊരു ജീവിതം കൊടുക്കണമെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. താങ്ക് യു. പക്ഷെ ആ കുട്ടിക്കോട് ഇഷ്ടമാണോ? അതൊക്കെ ഇഷ്ടാവും. അയാൾ ഞാനൊരു ജീവിതം കൊടുക്കാം. വലിയ റൊമാൻറ്റിക് ഹീറോ ആണെന്നാണ് വിചാരം. വള്ളി കളസ ഉടുപ്പിച്ച നഴ്സറി സ്കൂളിൽ ചേർക്കാം. നീ മാമുണ്ട് ചാച്ചുറങ്ങാൻ നോക്ക്. അതാ നമുക്ക് രണ്ടുപേർക്കും നല്ലത്. ഗുഡ് നൈറ്റ്. 10 വർഷത്തിന് മുമ്പ് നീ എന്നെ കണ്ടിരുന്നെങ്കിൽ അന്ന് ഇതിനേക്കാളും എനിക്ക് 10 വയസ്സ് കുറവായിരുന്നു. അല്ലെങ്കിൽ നിന്നോടൊക്കെ ഇത് പറയാൻ വന്ന എന്റെ തലയിൽ വേണം കല്ലെടുത്തിടാൻ. എന്താടാ ഇതെന്ത് പണ്ടാരാ? അപ്പുറത്താരാ താമസം? ആരുമില്ല. പക്ഷെ അടുത്ത കാലം വരെ ഇവിടെ പ്രേതശല്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മാസം ഒരു ആക്സിഡന്റിൽ ആ പ്രേതം മരിച്ചുപോയി എന്നാ കേട്ടത്. ഇനി അതിന്റെ പ്രേതമായിരിക്കോ? ഇതേതാ ഈ മാസം? ഇത് ഏപ്രിൽ 3. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സമാധാനമായി. പ്രേതമൊന്നും ഇല്ല. ഇതിലോ അവന്മാരാ? കുരുടന്മാരെ തല്ലുകാരോ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നീ ആരടാ? ഞാൻ ഹൗസ് ഓണറാ. ഹൗസ് ഓണറേട്ടാ, ഞങ്ങൾ ഞങ്ങളുടെ പണപ്പെട്ടി ഈ അലമാരയിൽ വെക്കേ. അയ്യോ ചേട്ടാ, അത് അലമാരയല്ല, ജനൽ, വിൻഡോ. ലൈറ്റ് ഇട്ടിട്ട് വേണ്ട ഇതൊക്കെ ചെയ്യാൻ. അവരവരുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞങ്ങളാ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും. എടോ, ഞങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഞങ്ങള് അവരുടെ വീട്ടിലിരിക്കുന്ന അവരെ പിന്നെ എങ്ങനെ പിടിക്കുന്നത്? ഇത് വലിയ പുലിവാലായല്ലോ. ഇനി ഈ കഴുത്ത് നേരെ ആവുന്ന എനിക്കൊരു വിശ്വാസമില്ല. ഇമാതിരി സാധനങ്ങൾ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല കേട്ടാ. ഇനി അവരെ കൊണ്ട് യാതൊരു ശല്യം ഉണ്ടാകില്ല. 2 ദിവസത്തിനകം സ്ഥലം മാറ്റിയേക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നു. എന്നാ എല്ലാവർക്കും കൊള്ളാം. അവരെങ്ങോട്ടെങ്കിലും പിടിച്ച് മാറ്റി. അവരെയല്ല, നിങ്ങളെ മാറ്റാനാ പറഞ്ഞത്. ഞങ്ങളാ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഇവിടുന്ന് ഞങ്ങൾ മാറുന്ന പ്രശ്നം. അവന്മാരായിരുന്ന ആ ബസ് സ്റ്റാൻഡ് പാർട്ടിയാ? പിന്നല്ലാണ്ട് അവന്മാരെന്നെയാ ആ കോപ്പിറൈറ്റ് പാർട്ടി. വിജയ ചേട്ടാ, വാ, അവന്മാർ കിട്ടേണ്ട പൊട്ടിച്ചിട്ട് അടിക്കാനുള്ള ടൂൾസ് എടുത്തു. വേണ്ട ഏട്ടാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഉറക്കം വരുന്നു. എനിക്ക് എന്റെ ഉള്ള ഉറക്കവും പോയി. അയലത്തെ ജനലിലൊരമ്പിളി. ഹലോ 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 ഹലോ. എന്താ? ഹലോ. എന്താ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. അത് 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 ഒന്ന് പറയടോ. അത് പിന്നെ പറഞ്ഞാ മതിയോ? അമ്മാവോ, അമ്മാവാ, അമ്മാവാ, കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. വേഗം പോയി കാപ്പി എടുത്ത് കുടിക്കാം അമ്മാവാ. അതെ, ഒരു തമാശക്ക് എല്ലാവരും എന്നെ അമ്മാവാന്നാ വിളിക്കാറ്. ഈ ഫാൻസി ഡ്രസ്സിൽ എനിക്ക് സ്ഥിരം അമ്മാവന്റെ വേഷമായിരുന്നു. അതുകൊണ്ട് അല്ലേടാ ചന്ദ്രു? വൈകിക്കണ്ട, കാപ്പി എടുത്ത് കുടിച്ചിട്ട് വേണം വാദത്തിന്റെയും വായു കോപത്തിന്റെ ഒക്കെ മരുന്ന് കഴിക്കാൻ. ചെല്ലി പെട്ടെന്നാട്ടെ. ഒരു മിനിറ്റ്, ഇങ്ങോട്ട് വന്നേ. അതെ, ഇത്രയും നാള് നമ്മൾ സമപ്രായക്കാരായിരുന്നല്ലോ. പെട്ടെന്ന് എവിടെ നിന്ന് വന്നു ഈ അമ്മാവനൊക്കെ? ഇവിടെ നിന്ന് മഞ്ഞളരയ്ക്കാതെ വേഗം അകത്തേക്ക് പോകാൻ നോക്കൂ. അല്ലെങ്കിൽ വേണ്ട, ഈ 3-way ലവ് ഞാൻ മാറിത്തരാം. നീ ലവ് ചെയ്തു. അതാ നല്ലേ. ചെല്ലേ.
ആക്ച്വലി ഞാൻ ആരാ അത്? ഏ? എന്താ മോളെ ഒരു ചൂച്ചു ശബ്ദം? ആ ഞാനും കേട്ടു ആരോ വിളിക്കുന്ന പോലെ. അപ്പൊ നേരത്തെ ഹലോ ഹലോ എന്ന് വിളിച്ചത് അവന്മാരാണല്ലേ? അതെ. ആ അത് പറ, ഞാൻ വിചാരിച്ചു തൊട്ടടുത്ത് ടെലിഫോൺ ബൂത്തായിരിക്കുമെന്ന്. ഏ? വിജയ ചേട്ടാ വാ വാ. ഹലോ മാറ്റിയവൻ ചൂവാക്കി ശബ്ദം പിടിച്ച് വേഗം പോടാ. നിന്നെ ഞാൻ ഏട്ടാ. അയ്യോ, എന്തിനാ വിളിക്കുന്നത്? ഞാൻ തന്നല്ലേ, ഞാൻ പിടിച്ചോ. ഉം. ഈ ഏരിയ നിന്നാണ് വന്നത്. ഏ? ഏ? ഉം. ഏ? ഏ? എന്താണ് മാഷ പ്രശ്നം? ഇപ്പൊ എന്താ പ്രശ്നം ആശാനെ? ഓണറെ, ഇവൻ ഞങ്ങളുടെ പെങ്ങളെ ഷൂ ഷൂ എന്ന് വിളിച്ചു. ഞാനല്ല, ഈ പമ്പിന്ന് വന്ന ശബ്ദ. പമ്പ ആ പമ്പ്, കാറ്റടിക്കുന്ന മെഷീൻ, അതിന്റെ ശബ്ദ. ഏ? പെണ്ണുങ്ങളെ വിളിക്കാനും മിഷൻ ഇറങ്ങിയ? നീ അത് വെച്ച് ഞങ്ങളുടെ പെങ്ങളെ വിളിക്കൂലടാ. ഇത് ശരിയാവില്ല കേട്ടാ. എന്റെ മാഷ, ഇത് സൈക്കിളിൽ കാറ്റടിക്കുന്ന പമ്പ. ദേ നോക്കിയേ, അവൻ സൈക്കിളിൽ കാറ്റടിക്കായിരുന്നു. അയ്യടാ പാവം, വെറുതെ അടികൊണ്ട്. അപ്പൊ പുറകുവശത്തൊന്ന് കാറ്റടിച്ചാലടാ. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ പോടാ. അനുരാഗമെന്താന്ന് ഒറ്റയിടി. കോരങ്ങൻ. ഞാൻ അറിഞ്ഞു. ആരാണത്? ഞാനാണ് ചേട്ടാ. പാട്ട് പാടിയത് ആരാന്ന്? അതാരാണ്? അയ്യോ, വിജയ, ചേട്ടാ ഇന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. ഈ വടി വടിവാളാക്കേണ്ടി വരുമെന്നാണ് തോന്നണത്. വാ. ആകാശവാണി, തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. ഇപ്പോൾ സമയം 10:10. റേഡിയോടാ. ഇപ്പൊ റേഡിയോ തല്ലിപ്പൊളിച്ചത്. എന്നാ വാ, റെസ്റ്റ് എടുക്കാം. വാ. കട്ടിലെവിടെയാണ് ചേട്ടാ? വീട് വൃത്തിയാക്കുമ്പോൾ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഗാനങ്ങൾ, അതായത് പ്രണയഗാനങ്ങൾ. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്നു ഞാനറിഞ്ഞു. അതിനുള്ള വേദന ഞാനറിഞ്ഞു. അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗം. നിന്റെ കൂടെ ഡ്യുവറ്റ് പാടാനല്ല ഞാൻ വന്നത്. നിനക്ക് അനുരാഗം വരുമ്പോ നീ ഓരോരോ ശബ്ദം ഉണ്ടാക്കും. അതിന്റെയൊക്കെ തല്ലു കൊള്ളുന്നത് ഞാനും. ഇനി നിന്റെ ഒരു ശബ്ദം അപ്പുറത്ത് കേൾക്കാൻ പാടില്ല. ഇങ്ങോട്ട് വന്നേ. ഒറ്റ ഇടിയൊച്ചെന്നുണ്ടല്ലോ. ആരാ? നിന്റെ അച്ഛൻ. അനാവശ്യം പറയുന്നു. അനാവശ്യം കാണിക്കാം, അനാവശ്യം ഒഴിക്കുകയും ചെയ്യാം. ഒറ്റ അടിപ്പാ. അടിക്കല്ലേ? ചന്ദ്രു, അറിഞ്ഞോണ്ടല്ലോ, അറിയാതെ പറ്റിയതല്ലേ. നിന്റെ അറിവില്ലാതെ എങ്ങനെയാ എത്രയും മൂത്രം പോണേ? തനിക്കെന്താ ഓട്ടോമാറ്റിക്കാ? മാറിക്കണങ്ങട് ചേട്ടനാ. എന്താടാ ബാത്റൂമില്? അതെ, ഞാൻ അറിയാതെ ഒരാളുടെ ദേഹത്ത് മൂത്രം ഒഴിച്ചു പോയി. കേട്ടല്ലോ, ഒരെണ്ണം അങ്ങോട്ട് പൊട്ടിക്ക്. ആള് മാറിപ്പോയി. എന്നെ തന്നെ തല്ലേ. ഇത് ഞാനാ പങ്കനാച്ചൻ. ആള് മാറിയിട്ടില്ലടാ, നിന്നെ തന്നെയാണ് തല്ലിയത്. നീ എന്തിനാണ് ഞങ്ങളുടെ കുളിമുറിക്കൽ വിളിച്ചിരുന്നത്? കേൾക്കുന്നില്ലേ? ഞങ്ങളുടെ കുളിമുറിക്കറി ഒളിച്ചിരിക്കായിരുന്നു. ഇത് കുളിമുറി അല്ല. ആശാനെ, ഇത് കുളിമുറിയല്ല, ഞങ്ങളുടെ അടുക്കള. ആണോ? ഞങ്ങളുടെ കുളിമുറിയിലാണ് നിന്റെ കടുത്ത വെക്കുന്നത്. കളിച്ച് കളിച്ച് ബാത്റൂമിലാണ്. ഏട്ടൻ ഇവിടെ വന്നേ. എന്താ ഈ കാണിക്കുന്നേ? മോളെ, അവന്മാര് നമ്മുടെ കുളിമുറിക്കൽ വിളിച്ചിരിക്കുക. അയ്യോ ഏട്ടാ, ഇത് നമ്മുടെ കുളിമുറിയല്ല, ഇത് അവരുടെ വീടാ. ആ. ഇതെന്ത് പണ്ടാരാണ് ആ ഓണറെ? ആ. അവരുടെ വീടെന്തിനാ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കണത്? അയ്യോ ഏട്ടാ, അവരവരുടെ വീട്ടിൽ തന്നെയാ. നിങ്ങളാ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പൊ ഈ രണ്ട് വീടും തമ്മിൽ വേർതിരിവൊന്നും ഇല്ലല്ലേ? വിജയ, ചേട്ടാ ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ചേട്ടാ വിജയ, ഇനിയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ആ. നമ്മുടെ പഴയ വടിയൊക്കെ ഒന്ന് മാറ്റണം. അതെ, മാറ്റടോ. എന്നിട്ട് ഒരു ഇരുമ്പോലൊക്കെ മേടിക്കും. ചന്ദ്രു, വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കല്ലേ. ഇനി ഒലക്കേം കൊണ്ടിറങ്ങും. അതെ, സോറി. ഓടി. നിന്റെ ഈ ഏട്ടന്മാരുണ്ടല്ലോ, അവരെ വെറുതെ വിടുന്നു വിചാരിക്കണ്ട. ചന്ദ്രു, ആ കത്തി ഇങ്ങനെക്ക്. ഏയ്, അതൊന്നും വേണ്ട. നിന്നോട് എടുക്കാനാ പറഞ്ഞത്. എന്തിനാടാ ഇപ്പൊ കത്തി? എന്റെ രണ്ട് കണ്ണും കുത്തിയെടുത്ത് യവന്മാർക്ക് ഓരോന്ന് വെച്ചു കൊടുക്കാനാടാ. ഇല്ലെങ്കിൽ യവന്മാരനെ തല്ലി കൊല്ലും. കൊള്ളുവിടാ. നിന്നെ പോലുള്ള അലവലാദികൾ എവിടെ ചെന്നാലും തല്ലുകൊള്ളും. അതിന് ഞങ്ങളെ കുറ്റം പറയരുത്. നിങ്ങൾ വിചാരിക്കും പോലെ കുഴപ്പക്കാരൊന്നല്ല ഈ പിള്ളേര്. ദേ, ഈ പങ്കായച്ചനുണ്ടല്ലോ, ഇന്ന് വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കില്ല, അറിയോ? ഒരു പെണ്ണും ഇതേവരെ എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല, അറിയോ? പക്ഷെ ഈ പയ്യൻ പങ്കായച്ചനെ പോലെയല്ല. ഹലോ. ആ, കാണാൻ മിടുക്കനാണ്, സുന്ദരനാണ്. ഏത് പെൺകുട്ടി കണ്ടാലും ഒന്നും നോക്കിപ്പോവും, അല്ലേ? വിജയ്, ഏട്ടാ, പോകത്ത്.
വിജയ് ഓ ഏട്ടാ. അപ്പൊ പോയില്ലല്ലേ? ശ്ശോ, വിജയ് എന്തോ ഏട്ടാ? ഓടിയകത്ത്. വിജയ് ഇയാൾ എന്തുമാത്രം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയാമോ? കേട്ടില്ലേ കേട്ടില്ലേ ഒരുപാട് കവിതകൾ എഴുതി കൂട്ടി. കണ്ടില്ലേ കണ്ടില്ലേ ഇതാണ് മഹായുവ കവി ചന്ദ്രഹാസൻ. പറഞ്ഞാൽ നിങ്ങൾ അറിയും. നിങ്ങൾ പാടുന്ന പാട്ടുകളില്ലേ അതൊക്കെ ഇയാൾ എഴുതിയ കവിതകളാ. സത്യമാണോ ഈ പറയുന്നത്? ആ കവിതകളൊക്കെ എഴുതിയ കവി ചന്ദ്രഹാസനാണോ ഇത്? അതേന്ന് ഈ ഏരിയയിലുള്ളവരൊക്കെ ചന്ദ്രന്റെ ആരാധകരാ. മാഷെ ക്ഷമിക്കണം കേട്ടാ. നോ പ്രോബ്ലം. ഞങ്ങൾക്ക് ആളറിയില്ലായിരുന്നു മാഷെ. മാഷിന്റെ കവിത എന്ന് പറഞ്ഞ വിജിമോൾക്ക് ജീവനാ. വിജയ് മോളെ ഇങ്ങോട്ട് വന്നേ. ഇതാരാണെന്ന് അറിയാമോ? ചന്ദ്രഹാസനാ. ഏട്ടാ എന്താ മോളെ? ദേ ഇയാളുണ്ടല്ലോ. ഇയാളോ? മാഷെന്ന് പറ മോളെ. എന്താ മാഷെ ഒന്നും മിണ്ടാത്തെ? ഞങ്ങളോടുള്ള പിണക്കം മാറിയില്ലേ? ഞങ്ങൾക്ക് കണ്ണ് കണ്ടൂടല്ല മാഷെ. ഹേയ് എനിക്ക് പിണക്കൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. വാ മാഷെ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. വാ. മോളെ മാഷക്ക് നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുക്ക്. നല്ല സ്ട്രോങ് ആയിക്കോട്ടെ, കുടിച്ചാ തല പെരിക്കണം. അതെ സുഹൃത്തുക്കളെ, അറച്ചു നിൽക്കാതെ മടിച്ചു നിൽക്കാതെ കടന്നു വരൂ. നിങ്ങൾക്ക് വിവേകമുള്ളവരാകണ്ടേ, വിജ്ഞാനമുള്ളവരാകണ്ടേ, വിവരമുള്ളവരാകണ്ടേ. അറിവിന്റെ മായാ ലോകത്തിലേക്കുള്ള 1001 വാതിലുകൾ, 1001 കുറുക്ക് വഴികൾ വെറും 15 രൂപ. ടെക്നിക് ഉണ്ടെന്നാ പറഞ്ഞേ? 1001 ടെക്നിക്. പറടാ, എത്ര ടെക്നിക് ഉണ്ടെന്നാ പറഞ്ഞേ? എടാ, 1001 പോയിട്ട് വെറും ഒരു ടെക്നിക് അറിയാവടാ എനക്ക്? തട്ടിപ്പാ, വെറും തട്ടിപ്പ്. നിങ്ങളാരും ഇതിൽ വീഴരുതെന്നാണ് ഞാനീ പറയുന്നത്. ഇതിലും ഭേദം പോയി പിച്ചെടുക്കണം. ഇതിലും അന്തസ്സുണ്ട്. പുതിയ നമ്പരുമായിട്ട് പുതിയ കച്ചവടക്കാരനാണെന്ന് തോന്നുന്നു. മിണ്ടാതിരിടാ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നീ പോയി 2 പൊട്ടിക്കും. ഇത് എന്റെ അച്ഛനാ. അതുകൊണ്ടാ പറഞ്ഞു. നിന്റെ അച്ഛനാണെന്ന്. അവനെന്താ പറഞ്ഞേ? അച്ഛനാണെന്ന്. ഓ, സന്തോഷം. സ്വന്തം തന്തയെ തിരിച്ചറിയെങ്കിലും ചെയ്തല്ലോ, വളരെ സന്തോഷം. എടോ, എനിക്കറിയാവോ, ലക്ഷക്കണക്കിന് രൂപ വിറ്റുവരവുള്ള നല്ല ഒന്നാം തരം ഒരു സോപ്പ് കമ്പനി, കോടിക്കണക്കിന് രൂപയുടെ കൺസ്ട്രക്ഷൻ വർക്ക്സ് വേറെ, ഇതെല്ലാം നോക്കി നടത്തേണ്ട എൻ്റെ ഒരേ ഒരു മകനാ ഇത്. എന്നിട്ട് എൻ്റെ മോൻ ചെയ്യുന്ന ബിസിനസ് കണ്ടില്ലേ? 1001 ടെക്നിക്ക്. എന്തിനാ? എന്നെ തോപ്പിക്കാൻ. അതായത് അവന്റെ തന്തയെ തോപ്പിക്കാൻ. തോക്കുകയല്ല മോനെ, പക്ഷേ തോറ്റുപോയ ഒരാൾ ഉണ്ടെന്റെ വീട്ടിൽ, നിന്റെ അമ്മ. നീ പോന്നതിൽ പിന്നെ അവിടെ കണ്ണീര് തോന്നിട്ടില്ല, മനസ്സിലായോ? എനിക്ക് അച്ഛനെ തോപ്പിക്കണ്ട. അച്ഛന്റെ സ്വത്തും പണവും ഒന്നും എനിക്ക് വേണ്ട. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശല്യപ്പെടുത്താൻ വരാതിരുന്നാ മതി. എന്താ 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 നീ പറഞ്ഞേ? ഞാൻ നിനക്ക് ഒരു ശല്യമാണ്? അതെ, ശല്യം തന്നെയാണ്. അച്ഛൻ എനിക്കിപ്പോ ഒരു ശല്യമാണ്. നീ ആരാ? കൂട്ടുകാരൻ. കൂട്ടുകാരനായിരുന്നു. എന്നാ പറഞ്ഞു കൊടുക്കടാ കൂട്ടുകാരാ. എന്താ പറയേണ്ടത്? പറഞ്ഞു മനസ്സിലായ കൊടുറാ. എന്താ മനസ്സിലാക്കേണ്ടത്? കുടുംബം 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 പറഞ്ഞോട്. അതെ. അച്ഛനും അമ്മയും പറഞ്ഞോട്. അതെ. വേറെ? അതെ. നീ വരുവാടാ, എൻ്റെ അടുത്ത് നീ വരും. എൻ്റെ കാൽക്കൽ വീണ് നീ കരയും. കുറിച്ച് വെച്ചു. ദേവയ്ക്കലെ നമ്പ്യാരാ പറയുന്നേ. അമ്മേ, അച്ഛൻ വന്നു. അവനെ കണ്ടോ? കണ്ടു. എൻ്റെ മോനിപ്പം വലിയ നിലയില, ബസ് സ്റ്റാൻഡിൽ പൊത്താൻ വെക്കുന്നു. 1001 ടെക്നിക്സ്, കവിതാ സമാഹാരം. കൊട്ടത്ത് ഞാൻ കരണക്കുറ്റിക്ക് വരണം. അല്ലല്ലോ, അവന്റെ കാര്യം പറയുമ്പോൾ നിനക്ക് വലിയ ദണ്ണമാണല്ലോ. എടി എടി എടി, അവന്റെ ഭാഗമല്ലാതെ എന്റെ ഭാഗം ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ വീട്ടില്? കുത്തിയിരുന്ന് പഠിക്കുന്നോടി. നീ ഒറ്റ ഒരുത്തിയാണ് അവനെ മനസ്സിലാക്കിയത്. എന്താ നോക്കി പഠിപ്പിക്കുന്നേ? അവന്റെ എരണത്തല്ല, നിന്റെ എരണത്ത് ആദ്യം പൊട്ടിക്കേണ്ടത്. പൊട്ടിക്കും ഞാൻ. പൊട്ടിച്ചോ? അച്ഛാ, ഒരു കപ്പ് പൊട്ടി. പൊട്ടട്ടെ. പക്ഷെ ഒരു കാര്യം നീ കുറിച്ച് വെച്ചു. അവനവിടെ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും, നീ ഇവിടെ എന്തൊക്കെ പൊട്ടിച്ചാലും ഞാൻ തോക്കുകയല്ല. അവനെ ഞാനിവിടെ വരുത്തും. എന്റെ ഈ കാലി വീഴ്ത്തും. എടി, അവന്റെ 1001 ടെക്നിക്ക് ആണെങ്കിൽ എന്റെ ഉണ്ടടി 10,000 ടെക്നിക്ക്. അച്ഛാ, നിർത്തിക്കോ.
അമ്മ ആ 16,000 രൂപയുടെ ഡിന്നർ സെറ്റ് എടുത്തിട്ടുണ്ട്. ഇനിയും വേണ്ടിയ അതും പറ്റും. നമസ്കാരം സാർ. സാർ, ഞാൻ കിറ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് വരികയാണ്. എല്ലാവിധ ടൂൾ കിറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ് സാർ കിറ്റ് ഇന്ത്യ കമ്പനി. ഈ വീട്ടിലെ എന്ത് സാധനം കേടായാലും അഴിച്ചു നന്നാക്കാനുള്ള ടൂൾസ് ഈ കിറ്റിലുണ്ട് സാർ. സാർ മൗനവ്രതത്തിലോ മറ്റോ ആണോ? തന്റെ ഈ കണാപ്പ് കിറ്റിന് എന്ത് വില വരും? വെറും 500 രൂപ. എന്നാ എന്റെ ഈ മൗനത്തിന് 10,000 രൂപയുടെ വിലയുണ്ട്. അങ്ങനെയല്ല സാർ, ഇതുകൊണ്ട് കേടായ എന്തും അഴിച്ചു നന്നാക്കാം സാർ. താൻ എന്ത് നന്നാക്കൂ? എന്തും നന്നാക്കും സാർ. എന്നാ ഈ വീട്ടിൽ സാധനം ഉണ്ട്. എന്താ സാർ പറയ്. എന്റെ മോൻ. തലതിരിഞ്ഞ എന്റെ മോൻ പറ്റുമോ? ഇതെന്താണെന്ന് കാല് അല്ലേ? എന്തിനാണെന്ന് മനസ്സിലായോ? നടക്കാനല്ലേ? എന്റെ മകന് സൗകര്യപൂർവ്വം വന്ന് പിടിച്ച് മാപ്പ് പറഞ്ഞ് കരയാൻ. ആഹാ. അതിനു വേണ്ടിയാണോ വർഷങ്ങളായിട്ട് ഞാൻ ഈ കാലം കൊണ്ട് നടക്കുന്നത്? താങ്ക്സ്, വെൽക്കം. അമ്മാവനെന്താ ഇവിടെ? അമ്മാവൻ നിന്നെ കാണാൻ വന്ന തീപ്പെട്ടി കളയണ്ട, കൊള്ളിയുണ്ട്. അതെ ശരിയാ, കൊള്ളിയുണ്ട്. അമ്മാവൻ ബീഡി വലിക്കോ? അല്ല, തീപ്പെട്ടിയും കൊണ്ട് നടക്കുന്നോണ്ട് ചോദിച്ചാ. മോനെ ചന്ദ്രഹാസ, ഈ തീപ്പെട്ടിക്കും കൊള്ളിക്കും ഒരു കടങ്കഥയുണ്ട്, അറിയാമോ? തള്ളയെ കുത്തി മകൻ മരിച്ചു എന്നല്ലേ അമ്മാവ? അത് പണ്ട്. തന്തയെ കുത്തി മകൻ മരിച്ചു എന്നാ ഇപ്പോ. എങ്ങനുണ്ട്, കൊള്ളാം? വന്നേ. നല്ല അസല് മഴയാണ്. പിന്നെ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഈ വരുന്ന 24-ാം തീയതി എങ്ങനെ, നീ ഫ്രീ ആണോ ആവോ? എന്താ? അല്ല, ഫ്രീ ആണെങ്കിൽ ചോറ്റാനിക്കര ക്ഷേത്രം വരെ ഒരു 11:20 AM വന്നാൽ കൊള്ളായിരുന്നു. എന്താ കാര്യം എന്ന് പറ. സിമ്പിൾ. അന്ന് നിന്റെ കല്യാണം 11:30-നാണ് മുഹൂർത്തം. വലിയ തിരക്കാണെങ്കിലേ ഒരു 10 മിനിറ്റ് മുമ്പ് എത്തിയാലും മതി. മനസ്സിലായില്ല. അയ്യോ, സിമ്പിൾ. മനസ്സിലാക്കി തരാം. നിന്റെ ഫാദർ, അച്ഛൻ നിന്റെ വിവാഹം ഉറപ്പിച്ചു. പിന്നെ നാട്ടുകാർ മുഴുവനും അമ്പലത്തിലെത്തും. പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും ഒക്കെ എത്തും. സ്വാഭാവികമായും നീ ഒന്ന് അവിടെ വരെ വരേണ്ടി വരും. അച്ഛന്റെ കാലയിലൊന്ന് തൊടേണ്ടിയും വരും. എന്തിനു? അനുഗ്രഹം വാങ്ങാൻ. എങ്ങനെയുണ്ട് മൂപ്പിൽസിന്റെ പ്ലാൻ? കൊള്ളാമല്ലേ? ഞാൻ പെണ്ണിനെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ കല്യാണം ഉറപ്പിക്കുന്നത്? പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും നിന്നെ കണ്ടിട്ടുണ്ട്. നീ ആ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് അച്ഛനോട് പറഞ്ഞ് അച്ഛൻ ആലോചിക്കുന്ന പോലെ അവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുണ്ട്? മോന്റെ അല്ലേ തന്ത, വക്രബുദ്ധിക്ക് വല്ല കേടും സംഭവിക്കുമോ? പിന്നെ നിങ്ങൾ അച്ഛൻ്റെ മോൻ്റെ കഥയൊന്നും ആ പെണ്ണിനും അവളുടെ വീട്ടുകാർക്കും അറിയില്ല. ആ പാവങ്ങളെ വെറുതെ വിഷമിപ്പിക്കരുത്.